അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ശിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, അള്ളാഹു എല്ലാവർക്കും നന്മ നൽകട്ടെ, ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, സുഖമുള്ള സന്തോഷമുള്ള റാഹത്തുള്ള ഐശ്വര്യമുള്ള ജീവിതം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആയുസ്സിലും നമ്മുടെ മരണത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും മക്കളിലും ഭാര്യയിലും മറ്റുള്ളതിലൊക്കെ നമ്മുടെ മറ്റ് കച്ചവടങ്ങളിൽ ഏർപ്പാടുകളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും ഇന്നത്തെ പ്രശ്നം പണമില്ലാത്തതാണ്. ഇൻഷാ അല്ലാഹ് പണം നമ്മളെ അന്വേഷിച്ച് വരും, സമ്പത്ത് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അതിനുള്ള ഒരു മരുന്നാണ് ഇപ്പം ഞാൻ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ എപ്പോഴും പറയും പോലെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഒരു മാസമോ ചെയ്താൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല. അത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്നാൽ ഹൈറായ ഒരു വഴി അള്ളാഹു നമുക്ക് തുറന്നു തരും. അള്ളാഹുത്താല പൈസ ആകാശത്തിൽ നിന്ന് ഒന്നായിട്ട് ഇങ്ങോട്ട് ഇട്ട് തരും അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരും എന്നല്ല ഇതിൻ്റെ അർത്ഥം. നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഫലം നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അറിയാത്ത ഭാഗത്തിലൂടെ നമുക്ക് അള്ളാഹു ഒരു വഴി തുറന്നു തരും. ചിലപ്പോൾ നല്ല കച്ചവടം കിട്ടും, കച്ചവടം ഇല്ലാത്ത ഒരു പീടികയിൽ, അല്ലെങ്കിൽ മക്കൾക്ക്, അല്ലെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്. അതായത് ഏതെങ്കിലും ഒരു വഴി തുറന്ന് തന്ന് അതിലൂടെ അള്ളാഹുത്തല നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ച് തരും, നമ്മളെ തേടി വരും. അതിന് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അത് സുബ്ഹി സമയത്ത് തന്നെ ചൊല്ലണം. എപ്പോഴെങ്കിലും ചൊല്ലിയിട്ട് കാര്യമില്ല, സുബ്ഹി സമയത്ത്. പിന്നെ അത് വൈകുന്നേരം മഗ്രിബിന് മുമ്പായിട്ടും, അതുപോലെ സുബ്ഹി സമയത്ത്. ആ സമയത്ത് ഈ ദിക്ർ ഒരു 100 വട്ടങ്ങൾ ചൊല്ലിയാൽ മതി. അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നല്ലോണം ദുആ ചെയ്യുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത്രേ ചൊല്ലാനുള്ളൂ. ഇപ്പോൾ ഞാൻ ചൊല്ലിയത് 1 വട്ടമാണ്. ഇതേപോലെ ഒരു 100 വട്ടം ഈ ദിക്ർ നിങ്ങൾ എന്നും പതിവാക്കി നോക്കി. നിങ്ങളെ തേടി സമ്പത്ത് നമ്മളന്വേഷിച്ചിട്ട് വരും കേട്ടോ. അതിലൊരു സംശയമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, കിതാബിലുള്ളതാണ്. പല ഉസ്താദുമാർ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പറയുന്നത് കാണാൻ പറ്റും ഇതിനെപ്പറ്റി. അപ്പോൾ നമ്മളേതായ സബ്സ്ക്രൈബർമാരുണ്ടല്ലോ, അവർക്കൊന്ന് അറിയട്ടെ, അവരൊന്ന് പഠിക്കട്ടെ, അവർ ചൊല്ലട്ടെ. മാത്രമല്ല ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്നറിയോ? ഇത് ചൊല്ലാൻ നാവിന് വളരെ സുഖമാണ്, വളരെ നേരിയ ദിക്റുകളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ മഹ്ശറ വൻസഭയിൽ തുലാസ്, നമ്മളെ നന്മതിന്മകൾ തുലാസിൽ തൂക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നതുമായ ഒരു ദിക്റാണ് ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 2 ലോകത്തും നമുക്ക് ഖൈർ ഇതുകൊണ്ട് തന്നെ കിട്ടും. നമുക്ക് ഇവിടെ ആവശ്യം പണമാണ്, അത് കിട്ടും. അവിടെ ആവശ്യം നമുക്ക് രക്ഷയാണ്, അതും കിട്ടും. നോക്കി നിങ്ങൾ, ഇതൊക്കെ നമുക്ക് പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാ. നമുക്കിതിനൊന്നും സമയമില്ല. ഇപ്പം നമുക്ക് മൊബൈലിൽ കളിക്കാനും കോമഡി കാണാനും റീൽസ് കാണാനും ആളുകളായിട്ട് സ്വറ പറഞ്ഞിരിക്കാനും സംസാരിച്ചിരിക്കാനും അതിനൊക്കെ നമുക്ക് സമയമുണ്ട്. ഇതുപോലുള്ള 2, 3, 4 മിനിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയമില്ല. ഇത് കേൾക്കാനും സമയമില്ല. ഒരു 10 മിനിറ്റ് ദിക്ർ ചൊല്ലാനും സമയമില്ല. 10 മിനിറ്റ് ചൊല്ലിയാൽ എന്തായി? ഈ ദിക്ർ തീർന്ന് 100 വട്ടമാവും. അതിൻ്റെ ഫലം കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും സമ്പത്ത് നമ്മളെ തേടി വരണം എന്നാഗ്രഹമുള്ളവരെല്ലാം ഈ ദിക്ർ പതിവാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.